ഇന്ത്യൻ നിരത്തുകളിൽ ആഡംബര കാറുകളുടെ എണ്ണം ദിനംപ്രതി ഏറുകയാണ്. ബെൻസ്, ഔഡി, BMW എന്നിവയ്ക്ക് പുറമെ ലംബോഗിനി, ഫെറാറി എന്നിവയുടെ സൂപ്പർ കാറുകൾ വരെ ഇവിടെ സുലഭമായി കാണാം. എന്നാൽ ഇന്നും ഇന്ത്യൻ നിരത്തുകളിൽ അപൂർവമായി മാത്രം കാണുന്ന കാറുകളിൽ ഒന്നാണ് റോൾസ് റോയ്സ്. ആഡംബരത്തിന്റെ പര്യായമായി കണക്കാക്കപ്പെടുന്ന റോൾസ് റോയ്സ് സ്വന്തമായുള്ള മലയാളികളുടെ എണ്ണം തന്നെ വളരെ കുറവായിരിക്കും. അതിൽ തന്നെ പലരും വിദേശ രാജ്യങ്ങളിലാണ് ഈ കാർ വാങ്ങിയിരിക്കുന്നത്. റോൾസ് റോയ്സ് കാറുകൾക്ക് വില കൂടുതലാണെന്നത് മാത്രമല്ല, ഈ കാർ എല്ലാവർക്കും കിട്ടില്ലെന്നതും ഒരു കാരണമാണ്. വില കൂടിയ കാറുകൾ അതിന്റെ ഉടമകൾ കമ്പനിയുടെ അംഗീകൃത സർവീസ് സെന്ററുകളിൽ നിന്നാണ് സാധാരണയായി അറ്റകുറ്റപ്പണികൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു പ്രാദേശിക വർക്ക്ഷോപ്പിൽ ഒരു റോൾസ് റോയ്സ് കാർ സർവീസ് ചെയ്യുന്നത് കാണാനിടയില്ല. എന്നാൽ ഒരു റോൾസ് റോയ്സ് ഗോസ്റ്റ് ഉടമ തന്റെ വാഹനം പ്രാദേശിക മെക്കാനിക്കിന്റെ പക്കൽ അറ്റകുറ്റപ്പണികൾക്കായി നൽകി. അത് റിപ്പയർ ചെയ്യുന്നതിന്റെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എയർ സസ്പെൻഷൻ സിസ്റ്റത്തിലെ തകരാർ കാരണമാണ് ഈ റോൾസ് റോയ്സ് ഗോസ്റ്റ് സീരീസ് കാർ പ്രാദേശിക മെക്കാനിക്കിനരികിൽ കൊണ്ടുവന്നിരിക്കുന്നത്. റോൾസ് റോയ്സ് ഡീലർഷിപ്പിൽ ഈ തകരാർ പരിഹരിക്കാൻ സാധാരണയായി 5 മുതൽ 10 ലക്ഷം രൂപ വരെ ചിലവായേക്കാം. നാട്ടിലെ മെക്കാനിക്കിന്റെ അടുത്തു നിന്ന് ഇതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ പണി തീർക്കാം എന്നതിനാലാകും കാറുടമ ഈ തന്ത്രപരമായ നീക്കം നടത്തിയത്. ഏതായാലും ഇത്രയും വില കൂടിയ കാർ പ്രാദേശിക മെക്കാനിക്കിനെ അറ്റകുറ്റപ്പണി നടത്താനായി ഏൽപ്പിച്ച കാറുടമയുടെ ധൈര്യം സമ്മതിക്കുന്നുവെന്നാണ് നെറ്റിസൺസ് പറയുന്നത്. ഇന്ത്യയിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ആഡംബര കാറുകൾ വളരെ കുറഞ്ഞ വിലയിലും വാങ്ങാൻ സാധിക്കും. ഏകദേശം 40% വരെ കുറഞ്ഞ വിലയിൽ യൂസ്ഡ് കാർ വിപണിയിൽ നിന്ന് വില കൂടിയ ആഡംബര കാറുകൾ വാങ്ങി ഉപയോഗിക്കുന്നവരുമുണ്ട്. ഡൽഹിയിൽ നിന്ന് നിരവധി യൂസ്ഡ് ആഡംബര കാറുകളാണ് കേരളത്തിലേക്ക് എത്തുന്നത്. വണ്ടി വാങ്ങാൻ എളുപ്പമാണെങ്കിലും ഇതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് പലർക്കും താങ്ങാവുന്നതിലും അധികമായിരിക്കും. കാറിന് എന്തെങ്കിലും തകരാറുണ്ടായാൽ അംഗീകൃത ഡീലർഷിപ്പുകളിൽ നിന്ന് അത് പരിഹരിക്കാൻ പലർക്കും കഴിയാറില്ല. അമിത ചിലവ് തന്നെയാണ് ഇതിന്റെ കാരണം. ഇവിടെ വൈറൽ വീഡിയോയിൽ കാണുന്ന റോൾസ് റോയ്സ് ഗോസ്റ്റ് സീരീസ് 1 കാറിന്റെ ഉടമയുടെ കാര്യത്തിലും ഒരുപക്ഷെ ഇതേ കാര്യം തന്നെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നും പറയുന്നു. ഒരു പ്രാദേശിക വർക്ക്ഷോപ്പിൽ നിന്ന് വില കൂടിയ കാറുകളുടെ സർവീസ് ചെയ്യുന്നത് മോശമാണെന്ന ചിന്തയും തെറ്റാണ്. എന്നാൽ മെക്കാനിക്കിന്റെ വൈദഗ്ധ്യവും അനുഭവ സമ്പത്തും അവരുടെ പക്കലുള്ള ടൂളുകളും ഒക്കെ അറിഞ്ഞിരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാം മികവ് പുലർത്തുന്ന കാർ മെക്കാനിക്കുകളുടെ അടുത്തു നിന്ന് സർവീസ് ചെയ്യാൻ മടി കാണിക്കേണ്ടതുമില്ല. എന്നാൽ ഇക്കാര്യം കൃത്യമായി അന്വേഷിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം വാഹനം സർവീസിന് കൊടുക്കാം. അംഗീകൃത സർവീസ് സെന്ററുകളെ അപേക്ഷിച്ച് പ്രാദേശിക വർക്ക്ഷോപ്പുകളാണ് പോക്കറ്റിന് നല്ലത്. എന്നാൽ ഇങ്ങനെ പുറത്ത് വാഹനം സർവീസിന് കൊടുക്കുന്നത് വാഹനത്തിന്റെ വാറണ്ടിയെ ബാധിക്കുമോ എന്ന കാര്യങ്ങളിലെല്ലാം ഒരു ശ്രദ്ധ വേണം. യഥാർത്ഥത്തിൽ വാഹന ഡീലർഷിപ്പുകൾ വിൽപ്പനയേക്കാൾ കൂടുതൽ വരുമാനം നേടുന്നത് ആഫ്റ്റർ സെയിൽസ് സർവീസുകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ സർവീസിന്റെ കാര്യത്തിൽ കടുംപിടുത്തം കാണിക്കുന്നതും. എന്തായാലും ഇത്തവണ റോൾസ് റോയ്സ് ഉടമയ്ക്ക് 8ന്റെ പണി കിട്ടിയെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളും കമന്റുകളും.